ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, വിഷ്ണു വന്നില്ലേ? അല്ല, ഈ വിഷ്ണുവച്ചനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കണം തോന്നുന്നു. വിളിച്ചിട്ട് കിട്ടിയില്ല. വിളിച്ചോണ്ട് പോവാ അച്ഛൻ വരാന്നാ പറഞ്ഞത്. ആ അതെ, കാണാത്തോണ്ടാണല്ലോ അങ്കിൾ വന്നത്. തറവാട്ടിലേക്കുള്ള അടുത്ത പോക്ക് അതുപോലെ അതോ ഇന്ന് തന്നെ റിമാൻഡ് തടവുകാരനായി ജയിലിൽ കയറി കിടക്കണോ? ഇന്ന് കിടന്ന ഞങ്ങൾക്ക് കളക്ടറെ വെടിവെച്ച കേസിൽ ഒരാളെ കൂടി പ്രതി ചേർക്കേണ്ടി വരും. നിന്നെ. പിന്നെ നീ എപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കോടതിക്കാ. വെറുതെ ഒരു മണ്ടത്തരത്തിന്റെ പേരില് അകത്താവണോ നീ ചിന്തിക്ക്. വീടുകൾ സീൽ ചെയ്യ്. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കൽ മരണത്തെ മുഖാമുഖം കണ്ടതുകൊണ്ട് എനിക്ക് ആ പേടി അങ്ങ് പോയി. അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഇനി എന്റെ അടുത്തേക്ക് എടുക്കണ്ട. സ്വന്തം ജീവന് പേടിയില്ലാത്തവർക്ക് പിന്നെ പേടിയുള്ളത് ഉറ്റവരുടെ ജീവനാ. അതായത് ചങ്ക് പോലെ കൂടെ നിൽക്കുന്നവരെ ഓർത്തുള്ള പേടി. ആ പേടി വരാതിരിക്കട്ടെ. പക്ഷേ ഈ മണ്ണ് ഞങ്ങൾക്ക് നഷ്ടമാകുന്നതിന്റെ വേദനയുടെ ആഴം ഞങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാവുന്നോ അത്രത്തോളം വേദന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ശിവൻ ഉണ്ടാക്കും. കാരണം ഇത് ശിവോഹം, ഇത് ശിവോഹം, ഇത് ശിവോഹം. എനിക്കിത് നിയോഗം, എനിക്കിത് നിയോഗം, എനിക്കിത് നിയോഗം, എനിക്കിത് നിങ്ങൾക്കിത് വിയോഗം, നിങ്ങൾക്കിത് വിയോഗം, നിങ്ങൾക്കിത് വിയോഗം. അച്ഛാ, ഞാൻ എത്തിക്കോളാം. കൃത്യസമയത്ത് തന്നെ എത്തിക്കോളാം. അല്ല അല്ല മോളെ, വിഷ്ണുവിനെ കുറിച്ച് ഒരറിവില്ലല്ലോ. കുട്ടികളെയും കൊണ്ടുവന്നിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നുമില്ല. തിരക്കാവുന്നിടത്തൊക്കെ ഞങ്ങൾ തിരക്കി. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോളെ? ഇല്ല അച്ഛാ. പിന്നെ അവനോടെ പോയി. മക്കളെ, ഇനി വല്ല അപകടം പറ്റി കാണുമോ? ഏയ്, അങ്ങനൊന്നും പറയാതച്ചാ. ഞാൻ അങ്ങോട്ട് വരട്ടെ. വിഷ്ണുവേട്ടനെ നമുക്ക് നോക്കാം. വേറെ എവിടെ പോവാനാ? സമയമാകുമ്പോ വിഷ്ണുവേട്ടൻ വന്നോളും. എന്നാലും ഇവനിത് എവിടെ പോയിരിക്കുക? സ്വന്തം ജീവന് പേടിയില്ലാത്തവർക്ക് പിന്നെ പേടിയുള്ളത് ഉറ്റവരുടെ ജീവനാ. എനിക്കെതിരെയുള്ള നിന്റെ നീക്കങ്ങൾ എന്റെ വിഷ്ണുവേട്ടനിലേക്ക് നീ ദിശ തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. പ്രാർത്ഥനയോടെ നിന്നോ. അരുതാത്തതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ. സംഭവിച്ചാൽ നീ പിന്നെ ഇല്ല. വെല്ലുവിളി ഞാനങ്ങ് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല. പകരം പ്രവർത്തിക്കാനാ പോകുന്നേ. എന്റെ പ്രവർത്തനത്തിന് ചോരയുടെ കറ വീഴാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ചെറിയ പ്രായമല്ലേ, ഇപ്പോഴേ കണ്ണീരൊഴിക്കാൻ തുടങ്ങിയാല്
ആയുസ് തീരാറാകുമ്പോഴൊന്ന് കരയാൻ പോലും കഴിയാതെ കുറ്റബോധം തോന്നും. ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ എന്നോർത്തുള്ള കുറ്റബോധം. ചെന്ന് ചെയ്യാവുന്നതൊക്കെ അങ്ങ് ചെയ്യ. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് കാണാം. നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള ചിന്തയല്ലേ, അതിനു മേലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. മേഡം എന്നാ ചെന്നാട്ടെ. പഠിച്ചു നടന്നപ്പോ നിനക്കൊരു വട്ടപ്പേരുണ്ടായിരുന്നു, എസ്കോർട്ട്. അതിപ്പോ നീ നിന്റെ സർവീസ് ജീവിതത്തിലും അതേപോലെ അങ്ങ് പകർത്തുകയാ. ചെല്ല്, കളക്ടർ അങ്ങ് പോയി, പിന്നാലെ അങ്ങ് ചെല്ല്. എസ്കോർട്ട് അല്ലേ, എസ്കോർട്ട്. വിഷ്ണു അച്ഛനെ കാണുന്നില്ലല്ലോ സത്യ. ഇപ്പൊ വരും പപ്പി. വരുന്നുണ്ട്, പക്ഷെ അച്ഛനാണെന്ന് മാത്രം. അച്ഛാ, വിഷ്ണു അച്ഛൻ വന്നില്ലേ? അല്ല, ഈ വിഷ്ണു അച്ഛനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കണം തോന്നുന്നു. വിളിച്ചിട്ട് കിട്ടിയില്ല. വിളിച്ചോണ്ട് പോവാ അച്ഛൻ വരാന്നാ പറഞ്ഞത്. ആ അതെ, കാണാത്തോണ്ടാണല്ലോ അങ്കിൾ വന്നത്. ചിലപ്പോഴേ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ വിഷ്ണുപുരം എവിടെ ഉണ്ടാവും. അതെ, നമുക്ക് യാത്ര പോണ്ടല്ലേ. വാ വാ, കേറ് കേറ്, വാ. ആ കേറിക്കോ. ശരിയേട്ടാ. ഓക്കെ.